സാംസ്കാരിക രംഗത്ത് പോലും ഇത്തരത്തിലുള്ള ഈ തമ്പുരാൻ കോട്ടകൾ എന്ന് പറയുന്നത്, അപ്പോൾ കലാഭവൻ മണിക്ക് നാഷണൽ അവാർഡ് കിട്ടാതെ പോയത് പോലും ഒരു ജാതീയത അതിന്റെ പിന്നിലുണ്ടോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഉണ്ടായിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ പോയി ആശ്വസിപ്പിച്ചിട്ടുണ്ട്. കലാഭവൻ്റെ വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹത്തിന് അവാർഡ് കിട്ടാതെ അദ്ദേഹം നിരാശനായി കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു മഹാനടൻ, ആ മഹാനടൻ ദേശീയ അവാർഡ് കിട്ടി. ഞാൻ പറഞ്ഞു സാരമില്ല, പിന്നെ താങ്കളൊരു ഭരത് മണിയായിട്ടൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ച് പോന്നു. പക്ഷേ ഈ ജാതീയത ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് ഞാൻ നോക്കിയിട്ട് ഈ സിനിമാ രംഗത്താണ്. സിനിമാ രംഗത്ത് ഇന്ന് വാസ്തവത്തിൽ ജാതീയത വളരെ ശക്തമാണ്. നല്ല ഗുണങ്ങളോട് കൂടിയ അല്ലെങ്കിൽ നേതൃത്വപരമായ നിലയിലുള്ള ആളുകളൊക്കെ സവർണ്ണ സമുദായത്തിൽപ്പെട്ടവരാണ്. കഥാതന്തു അങ്ങനെയായിരിക്കും. അവർണ്ണ സമുദായത്തിൽപ്പെട്ട ആളുകൾ അങ്ങോട്ടൊന്നും കടന്നു പോയതില്ല. അവരെയൊക്കെ അടിച്ചമർത്തി കൊണ്ടുള്ള ഒരു രീതിയിലായിരിക്കും ആ കഥാതന്തു മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ വലിയ പ്രചാരം കിട്ടിയൊരു സിനിമയാണല്ലോ മണിച്ചിത്രത്താഴ് എന്നുള്ള സിനിമ. ആ മണിച്ചിത്രത്താഴ് ഈ ഹരിപ്പാടുള്ള ആലുമൂട്ടിൽ കുടുംബത്തിൽ നടന്ന ഒരു കൊലപാതകത്തെ ആസ്പദമാക്കിയാണ് ആ സിനിമ നിർമ്മിച്ചത് എന്ന് പറയുന്നുണ്ട്. ആ ആലുമൂട്ടിൽ കുടുംബം ഈഴവ സമുദായമാണ്. പക്ഷേ സിനിമ വന്നപ്പോൾ ആ കഥയിൽ അവർ സവർണ്ണരായി മാറി. അതുകൊണ്ട് സിനിമാ മേഖലയിൽ ഈ ജാതി വിദ്യ വളരെ ശക്തമാണ്. ഇനി പെട്ടെന്ന് വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഗുരുദേവൻ അതുപോലുള്ള ഗുരുക്കന്മാരെ സംബന്ധിച്ചുള്ള അവരുടെ ആധ്യാത്മികമായ സംഭാവനകളെ വേണ്ടവണ്ണം ഉൾക്കൊണ്ടുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് അവർക്കൊരു മൂല്യം നൽകിക്കൊണ്ട് സിനിമ ആവിഷ്കരിക്കാൻ സംവിധായകന്മാരും തയ്യാറാകുന്നില്ല. ഉദാഹരണത്തിന് ഈ മഹാത്മാക്കളുടെ പടം കാണിക്കും. ശ്രീരാമകൃഷ്ണൻ്റെ, വിവേകാനന്ദൻ്റെ, മഹാത്മാഗാന്ധിയുടെ ഒരു ചിത്രത്തിലും ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പടം കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് ജാതീയത വളരെ ശക്തമാണ്. തീർച്ചയായിട്ടും അത് അങ്ങനെ ആയാലേ വിജയിക്കൂ എന്നുള്ള അന്ധമായ ധാരണ ഇവർ വെച്ച് പുലർത്തുന്നു. ജാതീയതയുടെ പേരിൽ കലാഭവൻ മണിയും തിലകനും ഒക്കെ തള്ളപ്പെട്ടു പോയവരാണ്. തിലകനൊക്കെ ഒരു മഹാനടനായിരുന്നില്ലേ? അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ദേശീയ അവാർഡൊക്കെ കിട്ടേണ്ട ആളല്ലായിരുന്നു. മണിയും അതുപോലെ തന്നെയായിരുന്നല്ലോ. അതെ അതെ, ജാതീയതയുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടുണ്ടെന്ന് ഇല്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പം പഴശ്ശിരാജ വിജയിച്ചില്ലേ? പഴശ്ശിരാജയേക്കാളും വില്ലാളി വീരനായിരുന്നു ഈ പറഞ്ഞ വേലായുധ പണിക്കർ. പഴശ്ശിരാജാവിൽ നിന്ന് ഏത് രീതിയിലാണ് വേലായുധ പണിക്കർ താഴ്ന്നു നിൽക്കുന്നത്? എത്ര കാര്യങ്ങൾ ഉന്നത ശേഷനായിരുന്നു. പക്ഷേ കേരളീയ മനസ്സിൽ അടവട്ടൂർ വേലായുധ പണിക്കൻ അധകൃതനാണ്, നമുക്ക് അയാളെ കാണണ്ട എന്നുള്ള ചിന്തയാണുള്ളത്. അതുകൊണ്ടാകാം, അതും വരാം. പക്ഷേ റെക്കോർഡ് ചെയ്യപ്പെട്ടപ്പം ഗുരുദേവൻ്റെ സിനിമ വന്നില്ലേ, വിജയിച്ച മേക്കിങ് വളരെ ഗംഭീരമായിരുന്നു. ആർ സുകുമാരൻ സംവിധാനം ചെയ്ത യുഗപുരുഷൻ എന്നുള്ള സിനിമ ഗംഭീരമായിരുന്നു. അതെ അതെ, തിയേറ്റർ ഇടാൻ പോലും ഉടമകൾ തയ്യാറാകുന്നില്ല. അത് സംവിധാനം ചെയ്ത KP കുമാരൻ എന്ന് പറഞ്ഞ ആളെ ശിവേരി ഞങ്ങളെ വിളിക്കുകയും പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഞങ്ങൾ വ്യക്തിഗതമായിട്ട് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം. പക്ഷേ തിയേറ്റർ ഉടമകൾ ഏറ്റെടുക്കുന്നില്ല. ആ പരിസ്ഥിതി എന്ത് ചെയ്യാൻ സാധിക്കും?